വന്ദന, എന്താ വന്ദന ഇവിടെ ഒറ്റയ്ക്ക്? വെറുതെ. വെറുതെയോ? ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ദന ഒറ്റയ്ക്ക്? ഞാൻ ഇതുവരെ വന്ദന ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. അത് സാഹചര്യങ്ങൾ മാറുമ്പോ പതിവുകളും മാറണ്ടേ? അല്പ സമാധാനം കിട്ടുന്ന ഒരിടം നോക്കി ഇറങ്ങിയതാ. സമാധാനം കിട്ടാൻ എത്രയോ സ്ഥലങ്ങളുണ്ട്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന സമാധാനം ഒന്നും ഇവിടെ നിന്നാ കിട്ടില്ല. മനസ്സിലായോ? വന്ദന, ഇപ്പൊ ഇവിടെ നിന്ന് വന്നേ. എന്താ ജഗന് പേടി തോന്നുന്നുണ്ടോ? പേടിക്കണ്ട, ഞാൻ ആത്മഹത്യക്ക് ഇറങ്ങിയതല്ല. ഞാൻ ദേമോളുടെ അമ്മ. ഞാനില്ലാതായ പാവം ദേമോൾ അനാഥയാവും. അവക്ക് വേണ്ടി ഞാനിപ്പോ ജീവിക്കുന്നത്. അതെനിക്കറിയാം വന്ദന. ഒരു പക്ഷെ എന്റെ ദേമോൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്തേനെ. അതെനിക്ക് ഊഹിക്കാൻ പറ്റും. പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? കവിത എഴുതാൻ വല്ല പരിപാടി ഉണ്ടോ അതെനിക്ക്? തൽക്കാലത്തേക്കൊന്നുമില്ല. പക്ഷെ ഈ പ്രദേശത്തേക്ക് സ്ഥിരമായിട്ട് വന്ന ആരാണെങ്കിലും കവിത എഴുതി പോവും. എന്റെ ജീവിതം തന്നെ പദഭംഗിയില്ലാത്തൊരു കവിതയല്ലേ? ലോകത്തൊരു സ്ത്രീക്കും എന്റെ ഗതികേട് വരരുത്. ജീവിതം തുടങ്ങിയപ്പോഴേ ആരംഭിച്ച ദുരിതം. വല്ല സീരിയലുകാരും അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ കഥ സീരിയലാക്കിയാണ്. 1000 എപ്പിസോഡിനുള്ള കഥയുണ്ട്. അതെല്ലാ പെണ്ണുങ്ങൾക്കും തോന്നുന്നതാ, തൻ്റെ കഥ ചെയ്താൽ ഹിറ്റായേനെന്ന്. ഇതൊന്നും അല്ല ജീവിതം. ദൈവം തരുന്നു, അനുഭവിക്കാനുള്ളതാണെങ്കിൽ അനുഭവിക്കുക തന്നെ. പക്ഷേ നമ്മളതും പറഞ്ഞ് വെറുതെ ഇരുന്നാലാണ് പ്രശ്നം, അല്ലേ? ജഗൻ പറയുന്നത് ശരിയാ. ഭ്രാന്തമായ ചിന്തകളാണ് നമ്മളെ ഭ്രാന്തിയാ. എന്നാ ഈ മാഷ് ഒരു കാര്യം പറയാം. പറ, കേക്കട്ടെ. പണ്ട് കുട്ടിക്കാലത്ത് മരച്ചിനി തോട്ടത്തിലൂടെ ഓടിക്കളിക്കുമ്പോ മരച്ചിനി എലിയുടെ തണ്ട് വെച്ച് മാല ഉണ്ടാക്കുമായിരുന്നു. എന്തിനാണെന്നറിയോ? കൂടെ ഓടിക്കളിക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തില് ഒരു മാല ഇട്ട് കൊടുക്കാൻ. വെറുതെ ഒരു തമാശയ്ക്ക്. അത് അന്നത്തെ താലികെട്ട്.